ഹിസാനസ് അബ്ദുള്ളയുടെയും ദശരഥത്തിൻ്റെയും കഥ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ലൊക്കേഷനിൽ വെച്ച് കാഷ്വലായിട്ട് ഏതാണ് എളുപ്പം ചെയ്യാൻ പറ്റുന്നത്, പെട്ടെന്ന് തുടങ്ങേണ്ട പ്രോജക്റ്റ് ആകുമ്പോൾ ലോഹിദാസ് പറഞ്ഞ് നമ്മൾ ലാലിനോടൊന്നും നമ്മളങ്ങനെ പ്രത്യേകമായിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ജന്മസിദ്ധമായ വാസനയുള്ള ഒരാൾ. അഭിനയം എന്ന് പറയുന്നത് അവരുടെ ഉള്ളിലുണ്ടല്ലോ. ഈ കഥാപാത്രത്തിൻ്റെ ഒരു ഉടുപ്പെടുത്തവർക്ക് ഇടാൻ കൊടുത്താൽ മതി, പിന്നെ അവർ ചെയ്തോളൂ. ഷൂട്ടിംഗ് സമയത്ത് സാറിനെ ഇമോഷണലി ചിലപ്പോൾ കരയിച്ചിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സീൻസ് ഷൂട്ടിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ? തനിയാവർത്തനത്തിലെ ആ വീട്ടിൽ കയറി വന്നിട്ട് ഇയാൾ അടുത്ത വീട്ടിലെ ആണെന്ന് പറയുന്ന ഒരു സീനിൽ അത് എടുക്കുമ്പോൾ എനിക്കറിയത്തില്ല മമ്മൂട്ടി ഇത്രയും മാത്രം ഇമോഷണൽ ആ ഒരു ക്ലോസപ്പിൽ മമ്മൂട്ടി അത് അത്രമാത്രം ഇൻറ്റൻസ് ആയിട്ട് ചെയ്യുമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്കൂളിൽ പോയി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാലും കിട്ടണമെന്നില്ല. പഴയ ഇതിൽ മോഹൻലാൽ സിബി മലയിൽ കൂട്ടുകെട്ട് അതൊക്കെ സംഭവിക്കാം. ഉന്നം തെറ്റിയ സംവിധായകൻ എന്ന് എഴുതിയതാണ് സാറ് വായിക്കുന്നത്. ഞങ്ങളെപ്പോലുള്ള സംവിധായകരൊക്കെ വസന്തങ്ങൾ തുടി. വസന്തം എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഏറ്റവും പുഷ്കലമായ ഒരു കാലമാണ്. നമ്മളെ ഒരു വല്ല വരൾച്ചയെന്നല്ല വിളിച്ചിരുന്നെങ്കിൽ അർത്ഥമുണ്ട്. തിയേറ്ററുകളിലേക്ക് എത്തിയ സമയത്ത് പൂർണ്ണമായിട്ടും നിരാകരിക്കപ്പെട്ട തള്ളിക്കളഞ്ഞൊരു സിനിമ. അതിനൊരു പുനർജന്മം ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. സിനിമ പരാജയമായിരുന്നെങ്കിലും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 24 വർഷവും മലയാളികൾ അതിനെപ്പറ്റി നിരന്തരമായി സംസാരിച്ചുകൊണ്ടേയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഒരാൾ നല്ല സിനിമ ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് പ്രേക്ഷകർ സ്വീകരിക്കുക കൂടെ വേണം. നമസ്കാരം. മാറ്റിനി ലൈവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യവികാരങ്ങളെ ഇത്രത്തോളം ആഴത്തിലും സൂക്ഷ്മമായും ചിത്രീകരിക്കാൻ കഴിവുള്ള ഒരു സംവിധായകൻ ഇന്ത്യൻ സിനിമയിൽ ഇല്ല എന്ന് നിസ്സംശയം പറയാം. എൻ്റെ ഗുരുനാഥനാണ് ശ്രീ സിബി മലയിൽ. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി ആദരവോടു കൂടിയിട്ട് ഇന്നത്തെ ഈ ഷോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം സർ. ഭയങ്കര സന്തോഷം സാറിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ. 2000 ദേവദൂതൻ റിലീസാവുന്നു. 2024 വീണ്ടും സാറ് ദേവദൂതനുമായിട്ട് വരികയാണ്. ഈ ഇമോഷൻസിനെ പറ്റി സംസാരിച്ചപ്പോൾ 2000 ദേവദൂതൻ സാറിൻ്റെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള ഒരു ഇമോഷനും ഇന്ന് അത് റിലീസായി ഒരു സക്സസ് ആയി നിൽക്കുന്ന ഒരു സമയത്ത് അത് തരുന്ന ഒരു അനുഭൂതിയും എന്താണ്? വളരെ വലുതാണ്, വളരെ വലിയ സന്തോഷമാണ്. ഇത് അപൂർവമായിട്ടുള്ള അനുഭവമാണ്. മറ്റൊരു സംവിധായകനും ഇങ്ങനൊരു അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നത്. കാരണം ഇന്ത്യയിലല്ല ലോക സിനിമയിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു അപൂർവത സംഭവിച്ചിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതെ. തിയേറ്ററുകളിലേക്ക് എത്തിയ സമയത്ത് പൂർണ്ണമായിട്ടും നിരാകരിക്കപ്പെട്ട പ്രേക്ഷകർ തള്ളിക്കളഞ്ഞൊരു സിനിമ. അതിനൊരു പുനർജന്മം ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഈ സിനിമയിൽ പറയുന്നത് പോലെ ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട്, പറയാനുള്ള ഞാൻ ഇവിടെയുണ്ട്, കേൾക്കാനുള്ള ആൾക്കാർ ഇപ്പോഴാണ് റെഡിയായത്. അപ്പം ഈ കാലത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട സിനിമയാണ്. പക്ഷേ നേരത്തെ നിർഭാഗ്യവശാൽ 24 വർഷങ്ങൾക്ക് മുൻപ് ഇത് സൃഷ്ടിക്കപ്പെട്ടു എന്നാണ്. പക്ഷേ അതിനെ ആസ്വദിക്കാനും കാണാനും അതിനെ ഉൾക്കൊള്ളാനും കഴിയുന്ന ഒരു പ്രേക്ഷകർ ഇപ്പോഴാണ് ഉണ്ടായത്. സാർ ഇത് 42 വർഷം മുമ്പ് സാറിൻ്റെ മനസ്സിൽ വന്നൊരു സിനിമയാണെന്ന് സിനിമയാക്കാൻ ആഗ്രഹിച്ചൊരു സിനിമ എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പം ഞാനിത് കേട്ടപ്പം എനിക്കൊരു ചെറിയ പേടി തോന്നി. ശരിക്കും സാറിൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള സിനിമകൾ അല്ലെങ്കിൽ ദേവദൂതൻ പോലെയുള്ള സിനിമകളാണ് അന്ന് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത് എന്ന് വേണം. അങ്ങനെയല്ല, നമ്മളൊരു ആദ്യ സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വലിയ സ്വപ്നങ്ങൾ, എല്ലാവർക്കും ആദ്യത്തെ സിനിമയെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളുണ്ട്. എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമ അത് ഞാനെന്ന സംവിധായകനെ അടയാളപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കണം, എൻ്റെ ഒരു സാന്നിധ്യം ഉറപ്പിക്കുന്ന സിനിമയായിരിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അന്ന് അത്രത്തോളം നമ്മൾ മെച്യൂർ ആയിരുന്നില്ല ഒരു ഫിലിം മേക്കർ എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു ഫിലിം ആസ്പിരൻ്റ് എന്ന നിലയിലൊക്കെയുള്ള തുടക്ക സമയമാണ്. പക്ഷേ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. നമ്മൾ ഒരു മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളുടെ സാന്നിധ്യം അറിയിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പിന്നീട് അങ്ങനെ ഒരു അവസരം നമുക്കുണ്ടായെന്ന് വരില്ല. അതിനു വേണ്ടിയിട്ട് ആദ്യകാലത്ത് ഒരുപാട് സിനിമകൾ, ഒരുപാട് കഥകളുടെ പുറകെ സഞ്ചരിച്ചു. ഇന്നൊരു ജോണറുള്ള സിനിമ ചെയ്യണമെന്നൊരു തീരുമാനമായിട്ടല്ല. എനിക്ക് ആത്മവിശ്വാസത്തോടെ ചെയ്യാൻ കഴിയുന്ന, എനിക്ക് പ്രേക്ഷകരിലേക്ക് പ്രേക്ഷകർക്കൊരു ദൃശ്യാനുഭവം കൊടുക്കാൻ കഴിയുന്ന ഒരു കഥ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. അതിനായിട്ടാണ് ഈ കഥ അന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. ഇതിൻ്റെ മുമ്പിലേക്ക് എത്തിയ ഒരു കഥയുടെ ഒരു സൂചനയാണ്. അവിടെ നിന്നാണ് ഇത് വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. പക്ഷെ അത് വർക്ക് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമയെങ്കിൽ ഒരുപക്ഷെ എൻ്റെ കരിയർ എങ്ങനെ പോകുമായിരുന്നു എനിക്കറിയില്ല. ഒരുപക്ഷെ പൂർണ്ണമായിട്ടും ഞാൻ തള്ളപ്പെട്ടു പോയത്. അതെ, ഞാൻ അത് ചോദിക്കാൻ തുടങ്ങും. അതായിരുന്നു ഞാൻ ശരിക്കും ചോദിക്കാൻ വന്നത്. കാരണം സാറ് എടുത്തുള്ള സിനിമകളൊന്നും പിന്നീട് ആ ജോണറാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരുപക്ഷെ വേറൊരു രീതിയിലായി പോയേനെ അല്ലെങ്കിൽ സാറിൻ്റെ കരിയർന്ന് എനിക്ക്. അതെ, ഇത് 2024 ഈ സിനിമയ്ക്കുണ്ടായ
ഒരു അനുഭവമല്ല 2000-ലുണ്ടായത്. അതെ 2000-ലുണ്ടായ ആ അനുഭവമാണ് 83-ലുണ്ടായിരുന്നതെങ്കിൽ എങ്കിൽ ഞാനെന്ന സംവിധായകൻ പിന്നീട് സർവൈവ് ചെയ്യുമെന്ന് ഉറപ്പില്ല. പറയാൻ പറ്റില്ല. അതെ. കാരണം സിനിമയുടെ സക്സസ് ആണ് എപ്പോഴും ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. ഒരാൾ നല്ല സിനിമ ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് പ്രേക്ഷകർ സ്വീകരിക്കുക കൂടെ വേണം. അതിന് ഒരു 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 കമേഴ്ഷ്യലായിട്ടുള്ള വയബിലിറ്റി ഉണ്ടാവണം. ആ രീതിയിൽ പ്രേക്ഷകർ സ്വീകരിച്ചില്ല എങ്കിൽ ആ സംവിധായകനെ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി പിന്നീട് സ്വീകരിക്കാൻ സാധ്യതയില്ല. അങ്ങനെ സംഭവിക്കാം. ഒരുപക്ഷെ അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് അന്നത് സംഭവിക്കാതെ പോയത്. സംഭവിക്കാതിരുന്നു. പക്ഷേ 2000-ൽ സംഭവിച്ചത് അത് വലിയ ഒരു ദുരന്തമായിട്ട് ഞാൻ കാണുകയാണ്. കാരണം നമ്മളുടെ ആ ഒരു 18 വർഷം കൊണ്ടുവന്ന സ്വപ്നത്തെ ഒറ്റ ഒരു ഒരു നൂൺ ഷോ കൊണ്ട് അതെ തിരസ്കരിക്കപ്പെടുകയും അത്രകാലം കൊണ്ട് നടന്ന വലിയ സ്വപ്നം ഒരു നിമിഷം കൊണ്ട് തകർന്നടിയുകയും ചെയ്തു പോകുക എന്ന് പറയുന്നത് വലിയ സെറ്റ് ബാക്കാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സിനിമയ്ക്കായി ഒരു കാലമുണ്ടായിരുന്നു. ആ കാത്തുവെച്ചിരുന്നൊരു ഒരു പ്രേക്ഷക സമൂഹം ഉണ്ടായിരുന്നു. അവരിന്ന് ഉണ്ട്. ഒരുപക്ഷെ അവരന്ന് കണ്ടവർ തന്നെ ആയിരിക്കും. പക്ഷേ അന്ന് അവർക്ക് അതിലേക്ക് അതിൻ്റെ പരിപൂർണമായ ആസ്വാദ്യതയിലേക്ക് എത്തുവാൻ അവർക്ക് കഴിയാതെ പോയി എന്നുള്ളതാണ്. സിനിമയ്ക്കൊരു മാറ്റം സംഭവിച്ചിട്ടില്ല. ചെറിയ എഡിറ്റിംഗ് നടത്തിയതല്ലാതെ സിനിമയുടെ കണ്ടൻറ്റിനോ മെയിൻ ട്രാക്കിനോ സിനിമയ്ക്കോ മ്യൂസിക്കിനോ എഫക്ട്സിനോ അതൊക്കെ കുറച്ചുകൂടെ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എൻഹാൻസ് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ശബ്ദത്തിലും ദൃശ്യത്തിലും ഒക്കെ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു പുതുക്കത്തിലേക്ക് കൊണ്ടുവന്നു എന്നല്ലാതെ ആ സിനിമയുടെ കണ്ടൻറ്റിനകത്തൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അത് സ്വീകരിക്കാൻ ഇന്നത്തെ ഒരു പ്രേക്ഷകൻ തയ്യാറായി, അല്ലെങ്കിൽ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും ഭാഗ്യവും. സിനിമ പരാജയമായിരുന്നെങ്കിലും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 24 വർഷവും മലയാളികൾ അതിനെപ്പറ്റി നിരന്തരമായി സംസാരിച്ചുകൊണ്ടേയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ആ സംസാരിക്കാനുള്ള ഒരു ഏറ്റവും വലിയ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ടെക്നിക്കൽ സപ്പോർട്ടും കൂടെയാണ്. ഇപ്പോൾ സന്തോഷ് തുണ്ടിയിൽ കുച്ചു കുച്ചു ഒത്തായയ്ക്കൊക്കെ ശേഷം FTI എന്നൊക്കെ പാസ് ഔട്ടായിട്ട് വരുന്നു, H. ശ്രീധർ സാറ് വരുന്നു. അങ്ങനെയൊക്കെ ഒരു വലിയ ഒരു ടെക്നീഷ്യൻ ബാക്ക്ഗ്രൗണ്ട് ആ സിനിമയിലേക്ക് സാറ് കൊണ്ടുവന്നു. മാത്രമല്ല അതിന് ഇത്രത്തോളം ഒരു പ്രീ പ്രൊഡക്ഷൻ സാറ് അതിൻ്റെ കൂടുതൽ ചർച്ചകളും കാര്യങ്ങളും അത്രത്തോളം മറ്റുള്ള സിനിമകൾക്കില്ലാത്ത ഒരു ഇത് സാറ്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ സമയവും എഫേർട്ടും എടുത്ത ഒരു സിനിമയാണിത്. കാരണം ഈ സിനിമ എന്ന് പറയുന്നത് ആദ്യത്തെ സ്വപ്നമായതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയുണ്ടായിരുന്നു, വലിയ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ ഓരോ മേഖലകളെക്കുറിച്ച്, അതിൻ്റെ വിഷ്വലിനെ കുറിച്ച്, അതിൻ്റെ സൗണ്ടിനെ കുറിച്ച്, അതിൻ്റെ മേക്കിങ്ങിൻ്റെ എല്ലാ മേഖലകളെക്കുറിച്ചും എനിക്ക് വളരെ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് ഞാൻ അതിനെ പ്രേക്ഷകരുടെ മുന്നിൽ എത്താൻ പോകുന്ന, അവർ കാണാൻ പോകുന്ന സിനിമ എന്നുള്ളത് ഞാൻ ആദ്യമേ കണ്ടതാണ്. ആ കാഴ്ച ഒരു കുറവും വരുത്താതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ശ്രമം. അതിനായിട്ട് നമുക്ക് ഏറ്റവും മികച്ച ടെക്നീഷ്യന്മാരെ കിട്ടിയെന്നുള്ളതാണ്. സന്തോഷ് തുണ്ടിയിൽ അതിനു മുമ്പ് എൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഫീച്ചർ ഫിലിമായിട്ട് ചെയ്തത് പ്രണയവർണ്ണങ്ങളാണ്. പ്രണയവർണ്ണങ്ങൾ നടക്കുമ്പോഴാണ് അദ്ദേഹത്തെ കൊച്ചു കൊച്ചു ഒത്തകയിലേക്ക് കരൺ ജോഹർ വിളിക്കുന്നത്. അതിനുശേഷം അപ്പോഴൊന്നും ഈ സിനിമ ഒരു നടക്കും, അത് 97-ലാണ്. 99-ൻ്റെ അവസാനം ഒക്കെയാണ്, ഒരു പകുതിക്കോടുകൂടിയാണ് ഈ സിനിമയെ പറ്റിയുള്ള ചിന്തകൾ ചർച്ചകളൊക്കെ തുടങ്ങുന്നത്. വീണ്ടും ഈ സിനിമ സിയാദ് കോക്രലിൻ്റെ ഒരു ശ്രദ്ധയിലേക്ക് വരികയും ഈ കഥ വരികയും അദ്ദേഹം സിനിമയാക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ മുതൽ ഈ സിനിമ എടുക്കാൻ ഇത് ഒരു പ്രോജക്റ്റായി മാറുന്നു എന്നുള്ള ഒരു ഉറപ്പായ ശേഷം എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് ക്യാമറാമാൻ സന്തോഷ് തുണ്ടിയിൽ തന്നെയാണ്. ശ്രീധർ ആദ്യകാലത്ത് ഞാൻ ശ്രീധറിനെ കുറിച്ച് ചിന്തിച്ചില്ല. കാരണം പിന്നീടാണ് നമ്മളൊരു ഫൈനൽ മിക്സിങ്ങിൻ്റെയൊക്കെ ഒരു ഷൂട്ട് കഴിഞ്ഞിട്ടുള്ളൊരു ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ്, മിക്സിങ്ങിൻ്റെയൊക്കെ ഏരിയയിലെത്തുമ്പോഴാണ് H. ശ്രീധറിനെ നമ്മൾ ഹയർ ചെയ്തതല്ല. അദ്ദേഹം പിന്നെ AR റഹ്മാൻ്റെ പാട്ടുകളും അദ്ദേഹം ചെയ്യുന്ന സിനിമകളുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ മിക്സ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അന്ന് മീഡിയ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഒരു സ്റ്റുഡിയോ മദ്രാസിലുണ്ടായിരുന്നു. ആ സ്റ്റുഡിയോ അക്കാലത്തെ ഏറ്റവും മികച്ച സൗണ്ട് സ്റ്റുഡിയോ ആയിരുന്നു. അവിടെയാണ് ശ്രീധർ സാർ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വർക്കുകളൊക്കെ അവിടെ തന്നെയാണ്. അത്രയും ക്വാളിറ്റിയുള്ളൊരു തിയേറ്റർ തന്നെ വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ്. അപ്പോൾ ശ്രീധർ സാർ തന്നെ ഇതിൻ്റെ ഒരു ഫസ്റ്റ് അതിൻ്റെ റഷസ് കണ്ടപ്പോൾ തൊട്ട് തന്നെ പുള്ളിയുടെ താല്പര്യവും അതിനകത്ത് ഉണ്ടാകുകയുണ്ടായി. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കഴിഞ്ഞാൽ വിദ്യാസാഗറും ശ്രീധർ തന്നെ വേണമെന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ വിദ്യാസാഗറിനെ കിട്ടുക, മുത്തുരാജ് എന്ന് പറഞ്ഞ ഡയറക്ടർ വരിക, അങ്ങനെ ഏറ്റവും മികച്ച ടെക്നീഷ്യന്മാരെ നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അവരുടെ ഏറ്റവും മികച്ച കോൺട്രിബ്യൂഷൻസ് ഈ സിനിമയ്ക്ക് ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ടോട്ടാലിറ്റിയെ
ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് കൊണ്ടാണ് ഇത്രയും മികവുറ്റാക്കാൻ കഴിഞ്ഞത്. അന്ന് തിയേറ്ററുകളുടെ ഒരു പ്രശ്നം, അങ്ങനത്തെ ഒരു ക്വാളിറ്റി കുറവും അത് ബാധിച്ചിട്ടുണ്ടാവും സാർ. അന്ന് DTSലാണ് ഇത് ചെയ്തത്. DTS സൗണ്ട് സംവിധാനങ്ങളുള്ള തിയേറ്ററുകൾ കുറവായിരുന്നു. അന്ന് കുറവാണ്. എല്ലാ തിയേറ്ററുകളും അപൂർവം തിയേറ്ററുകളെ DTS മിക്സിൻ്റെ പൂർണ്ണതയിൽ അത് ആസ്വദിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എങ്കിൽ പോലും നല്ല സൗണ്ട് ക്വാളിറ്റി അന്നും സാധാരണ തിയേറ്ററുകളും കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോഴും വലിയ മാറ്റങ്ങൾ അതിനകത്ത് സംഭവിച്ചില്ല. നമ്മളിപ്പം 4K അറ്റ്മോസ് എന്നൊക്കെ പറയുന്ന ഒരു സാങ്കേതിക മികവിലേക്ക് അതിനെ കൊണ്ടുവരുന്നെങ്കിലും എല്ലാ തിയേറ്ററുകളിലും ഈ 4K അറ്റ്മോസ് എന്ന് പറയുന്ന ഒരു ആസ്വാദ്യത ലഭിക്കുന്നില്ല എന്നുള്ളതുണ്ട്. നമ്മൾ അത്രയും തിയേറ്ററുകളില്ല. 4K അറ്റ്മോസ് ഉള്ള സിസ്റ്റമുള്ള തിയേറ്ററുകൾ കുറവാണ്, ഇപ്പോഴും കുറവാണ്. നമുക്ക് ഇപ്പം നമ്മൾ എറണാകുളം പോലൊരു സ്ഥലത്തെടുത്താൽ വളരെ നമ്മളിപ്പം ചില കോംപ്ലക്സുകളിൽ 1-2 തിയേറ്ററുകളായിരിക്കും 4K അറ്റ്മോസ് ഉള്ളത്. മറ്റ് സറൗണ്ടിങ്സിലൊക്കെ പോയിക്കുമ്പോൾ തീരെ ഉണ്ടാകത്തില്ല. അവർ 7.1 5.1 ഒക്കെ ഉള്ള ഒരു ഫെസിലിറ്റീസിൽ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പൂർണ്ണമായ ആസ്വാദ്യത അത്തരം തിയേറ്ററുകളിൽ കിട്ടാറുമില്ല. എങ്കിലും പഴയതിനേക്കാളൊക്കെ വലിയൊരു രീതിയിൽ സൗണ്ടിൻ്റെ ഒന്നാമത് ഇപ്പോഴത്തെ പ്രേക്ഷകർ സിനിമയെ കാണുന്നത് അതിൻ്റെ എല്ലാ തരത്തിലുള്ള ടെക്നിക്കൽ ക്വാളിറ്റിയോടും കൂടി കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഏറ്റവും മികച്ച തിയേറ്ററിൽ പോയി കാണണം, ഏറ്റവും മികച്ച വിഷ്വൽ ക്വാളിറ്റി, ഏറ്റവും മികച്ച സൗണ്ട് ക്വാളിറ്റി കിട്ടുന്ന തിയേറ്ററുകൾ അവർ തിരഞ്ഞുപിടിച്ച് കാണാൻ താല്പര്യമുള്ള ഒരുപാട് പ്രേക്ഷകരുണ്ട്. നമുക്ക് സാധാരണ ഏതെങ്കിലും ഒരു സിനിമാ കൊട്ടകയിൽ പോയിരുന്ന് സിനിമ കണ്ട് എന്തെങ്കിലും കണ്ടുപോയിരുന്നൊരു പ്രേക്ഷകരല്ല അവർ. കാരണം അവർക്ക് ഒരുപാട് ലോകത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ സിനിമ പ്രോജക്റ്റുകളെ അല്ലെങ്കിൽ ലോകത്തിലുണ്ടാകുന്ന വലിയ സിനിമകളെയൊക്കെ അവർ കാണുന്നുണ്ട്. അവർ ചിലപ്പം ഒരുപക്ഷെ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കത്തില്ല അവർക്ക് കിട്ടുന്നത്. പക്ഷേ ലോകത്തിലെ ഏറ്റവും പുതിയ സിനിമകളുടെ ഒക്കെ അതൊക്കെ അവർക്ക് മുമ്പിലുണ്ട്, അവർ കാണുന്നുണ്ട്. മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമുകളിലൂടെ, സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ OTTയിലൂടെയോ ടെലിവിഷനിലൂടെയൊക്കെ അവർ കാണുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സാങ്കേതികതയുടെ ഏറ്റവും നവീനമായ കാര്യങ്ങൾ അവർ അറിയുന്നുണ്ട്. അപ്പോൾ ഈ സിനിമ വന്നപ്പോൾ ഈ സിനിമയ്ക്ക് ഇത്ര വലിയ സ്വീകാര്യത കിട്ടിയതിന് അത്തരത്തിലുള്ള ആ സാങ്കേതികമായ മികവോട് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൾക്കാർ ഭയങ്കരമായിട്ട് എഡ്യൂക്കേറ്റഡ് ആയി സിനിമയെക്കുറിച്ച്. എൻ്റെ പല സുഹൃത്തുക്കളും ചിലപ്പോൾ കോയമ്പത്തൂർ അങ്ങനെയൊക്കെ പോയിട്ട് സിനിമ കാണണം എന്ന് പറഞ്ഞിട്ട് പോയി കാണുന്ന ലെവലിലേക്ക് മലയാളികൾ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. സാർ പറഞ്ഞ ആ കാര്യം ഭയങ്കര ഇതാണ്. എനിക്ക് ദേവദൂതൻ്റെ ഒരു പരാജയം അന്നുണ്ടായിരുന്നപ്പോഴും എനിക്കതിനൊരു രസകരമായിട്ട് തോന്നിയത്, ഇപ്പം ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ പഠിക്കാൻ വരുമ്പോൾ സാറിൻ്റെ മുഖം കണ്ടിട്ടാണല്ലോ വരുന്നത്. അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ വേണ്ടി കാരണം ദേവദൂതൻ ഒരു നിമിത്തമായോ എന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ ജെയിൻ സാർ എനിക്ക് തോന്നുന്നു അതിൽ അസോസിയേറ്റ് ആയിട്ട്. അതെ, അതുകൊണ്ടായിരിക്കാം ബന്ധം. ജെയിൻ അവിടെയാണ്. ജെയിൻ ആ സിനിമയുടെ സന്തോഷിൻ്റെ അസോസിയേറ്റ് ആയിട്ടാണ് വന്നത്. അങ്ങനെയാണ് ജെയിനെ പരിചയം. അപ്പോൾ ആ ഒരു പരിചയം ഉള്ളതുകൊണ്ടായിരിക്കാം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യം ജെയിനിൻ്റെ ഉള്ളിലേക്ക് എൻ്റെ പേര് വന്നത്. അപ്പോൾ അങ്ങനെ അതും ഒരു വിധത്തിൽ ഇതിനൊരു കാരണമായി ഒരു നിമിത്തം. ഒരുപാട് പേർക്ക് സിനിമയിലേക്ക് വരാൻ ഒരു വലിയ ഒരു പ്രചോദനം സാറായിരുന്നു. സാർ ഞങ്ങളന്ന് ഫസ്റ്റ് സെമിനാറിനൊക്കെ വരുന്ന സമയത്ത് സാറിനോട് വന്നൊരു ചോദ്യം, സാറൊന്നും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിട്ടല്ലല്ലോ വന്നത്, ഞങ്ങളൊക്കെ പിന്നെ എന്തിനാണ് പഠിക്കണം എന്ന് പറയുന്നൊരു ചോദ്യം വന്നപ്പോൾ സാറ് പറഞ്ഞത്, ഞാൻ പഠിച്ചത് നവോദയ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് എന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു നവോദയ ആയിട്ടുള്ളൊരു അങ്ങോട്ട് എത്തിച്ചേരാനുള്ളൊരു കാരണവും അവിടെ ജിജോ സാർ, അപ്പച്ചൻ സാറൊക്കെ ആയിട്ടുള്ളൊരു ബന്ധവും? അല്ല, ജിജോ എൻ്റെ കൂടെ ഒരു വർഷം ജൂനിയറായിട്ട് സ്കൂളിൽ പഠിച്ച ആളാണ്. ഞങ്ങൾ വീടുകൾ തമ്മിൽ വലിയ ദൂരമില്ല, ഒരേ പള്ളിയിൽ ഞായറാഴ്ചകളെ കാണുന്നവരാണ്. സൗഹൃദം എന്ന് പറയുന്ന ഒരു രീതിയിലില്ല, പരിചയക്കാരാണ് പരസ്പരം. ഇന്നയാളെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. സിനിമയിലേക്ക് എത്താനുള്ളൊരു കാരണം എന്ന് പറയുന്നത് എൻ്റെ സിനിമയോടുള്ള താല്പര്യങ്ങളെക്കുറിച്ച്, എഴുത്തിനോടുള്ള താല്പര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാവുന്ന ഞങ്ങളുടെ ഒരു കോമൺ സുഹൃത്ത് വഴിയാണ് ജിജോ എന്നെക്കുറിച്ച് അറിയുന്നത്. അവരൊരു പുതിയ സിനിമയുടെ കഥാ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ അന്വേഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ഈ സുഹൃത്താണ് എൻ്റെ പേര് അവിടെ പറയുന്നത്. അങ്ങനെ ആണ് എന്നിലേക്ക് സിനിമ എത്തുന്നത്. എനിക്ക് സിനിമയിൽ എന്തെങ്കിലും ആകണമെന്നോ സിനിമയിൽ ആരെങ്കിലും ആകുമെന്നോ ഒന്നും ആഗ്രഹിച്ചിട്ടും പ്രതീക്ഷിച്ചിട്ടും അല്ല. സിനിമ ഇഷ്ടമാണ്, സിനിമ കാണാൻ പോകും. എവിടെ സിനിമയുണ്ടെങ്കിലും, എവിടെ
ഫെസ്റ്റിവൽസോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫിലിം സൊസൈറ്റികൾ സിനിമ കാണിക്കുന്നുണ്ടെങ്കിലൊക്കെ അവിടെയൊക്കെ പോയി കാണുമായിരുന്നു. അങ്ങനെ സിനിമയുടെ പുറകെ സഞ്ചരിച്ചു എന്നല്ലാതെ സിനിമയിൽ എന്തെങ്കിലുമായി തീരുമെന്നുള്ളൊരു പ്രതീക്ഷ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനൊരു ഒരു ഒരു അപ്രതീക്ഷിതമായ ഒരു വിളി വന്നപ്പോൾ ഞാൻ അതിനോട് അനുകൂലമായിട്ടുള്ളത് തന്നെ പ്രതികരിക്കുകയും ഞാൻ അവിടെ പോവുകയും അവരുടെ കഥാചർച്ചകളുടെ ഭാഗമായി തീരുകയും പിന്നീട് ആ പ്രോജക്റ്റ് നടക്കാതെ വരികയും അപ്പോൾ അവർ കുറച്ച് നാൾ വേറെ പിന്നെ ഒന്നുമില്ലാതെ ഞാനിങ്ങനെ പഠനം തുടരണമെന്നൊക്കെ വീട്ടുകാരുടെ നിർബന്ധമൊക്കെ കൊണ്ട് ഞാനിങ്ങനെ പഠിക്കുന്നു എന്നൊക്കെ കാണിക്കാൻ വേണ്ടി ചില ഒരു ഹോസ്റ്റൽ കോഴ്സുകളൊക്കെ ചേർന്നു. കമ്പനി സെക്രട്ടറീസ് എന്ന് പറയും, ACS എന്ന് പറയുന്നൊരു കോഴ്സ് ഞാൻ അപ്പം സ്റ്റഡി മെറ്റീരിയൽ വരികയും വീട്ടിൽ നോക്കുമ്പം പഠിക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ സിനിമ കാണലായിരുന്നു അപ്പോഴും താല്പര്യം. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ അടുത്തൊരു പ്രോജക്റ്റ് തുടങ്ങാൻ നേരത്ത് അതിലേക്ക് വിളിച്ചു, അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് തുടർച്ചയായിട്ട് പിന്നെ അവരുടെ ഓരോ പ്രൊഡക്ഷൻ വരുമ്പോഴും പോകും. അങ്ങനെ അതിൻ്റെ ഭാഗമായി പതുക്കെ അതിലേക്ക് കയറിയായിരുന്നു. പടയോട്ടത്തോടു കൂടിയാണ് എനിക്ക് കുറച്ചും കൂടെ അവിടുത്തെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിലേക്ക് ഞാൻ എത്തുന്നത്. എൻ്റെ ഒരു ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് എത്തുന്നത് അവിടെയാണ്. അവിടെ അപ്പം നമ്മൾ സാങ്കേതികമായി പഠിക്കുക എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ് മുറിയിലിരുന്ന് പഠിക്കുന്ന പോലെയല്ല. നമ്മൾ പ്രാക്ടിക്കൽ റിയൽ സ്പേസിൽ നിന്നുകൊണ്ട് പഠിക്കുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ സംശയങ്ങളെ ഒക്കെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് ജിജോയെ പോലെയുള്ള നമ്മുടെ ജിജോനേക്കാൾ ഒരു വയസ്സിന് ഇളയ ആളാണെങ്കിൽ പോലും എന്നെക്കാൾ നല്ല രീതിയിൽ അവർ ജനിച്ചു വളർന്നു തന്നെ സിനിമയുടെ അപ്പോൾ അതിന് ജിജോ സാധാരണ ഒരു സിനിമ നിർമ്മാതാവിൻ്റെ മകനെ പോലെയല്ല. സിനിമയെ വളരെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കിയിട്ട് സിനിമയെ അതിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ്. അപ്പം ജിജോയിൽ നിന്നാണ് എനിക്ക് അതിൻ്റെ ഏറ്റവും നല്ല അതിൻ്റെ സിനിമയുടെ സാങ്കേതികതകളെക്കുറിച്ചുള്ള ഏറ്റവും നല്ല അറിവുകൾ എനിക്ക് കിട്ടിയത് അവിടെ നിന്നാണ്. അതുതന്നെയാണ് എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇപ്പോഴും എൻ്റെ സ്ട്രെങ്ത് അത് തന്നെയാണ്. കാരണം അതിൻ്റെ ഏറ്റവും പെർഫെക്റ്റായിട്ട് ഇത് ചെയ്യാനുള്ള ഒരു ധാരണ എന്നിലേക്ക് തന്നത് ജിജോയാണ്. ഞാൻ ചെയ്യുന്ന തെറ്റുകൾ അപ്പം തന്നെ ചൂണ്ടിക്കാണിക്കുകയും എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് ചില സീനുകൾ എടുക്കാനുള്ള അവസരങ്ങൾ തരികയും അതെടുക്കുമ്പോൾ അതിനകത്തുള്ള എന്തുകൊണ്ടത് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിന് ഉത്തരങ്ങൾ പറയേണ്ടി വരും. അത് തന്നെയാണ് ഞാനിപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഞാൻ എടുക്കുന്ന ഒരു ഷോട്ടിന് എന്തിനാണെന്ന് ഞാൻ എന്നോട് തന്നെ ഇപ്പോൾ ചോദ്യം ചോദിച്ച് ഉത്തരം കണ്ടെത്തുകയാണ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് അത് നന്നായി വരുന്നത് എന്നുള്ളത് എനിക്കറിയാം. കാരണം ഒരു പർപ്പസ് വേണം. നമ്മൾ വെറുതെ ഒരു സീൻ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ കുറേ ഷോട്ടുകളിലൂടെ അതിനെ കൂട്ടി യോജിപ്പിക്കുകയല്ല. ഈ ഒരു ഷോട്ട് ഈ ഒരു സീനിൻ്റെ ഈ ഒരു ഭാഗത്ത് ഈ ഷോട്ടിന് എന്താണ് പ്രസക്തി എന്ന് എനിക്ക് ഉത്തരം വേണം. എന്തുകൊണ്ടാണ് ഞാൻ ആ ഷോട്ട് വെക്കുന്നതെന്ന് ഞാൻ എന്നോട് തന്നെ എന്നെ തന്നെ ബോധ്യപ്പെടുത്തണം. ആ ബോധ്യം എനിക്കുണ്ടെങ്കിൽ എനിക്ക് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താൻ കഴിയും. എനിക്ക് ബോധ്യമില്ലാത്തൊരു കാര്യം മറ്റൊരാളെ ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിയത്തില്ല എന്നുള്ളതാണ്. ഈ മൂവ്മെന്റ് എന്തിനാണ്, അല്ലെങ്കിൽ ആ രീതിയിലെല്ലാം എല്ലാ കാര്യങ്ങളും ഒരു സീൻ എങ്ങനെയാണ് ഷോർട്ട് ഡിവിഷൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിന് കമ്പോസ് ചെയ്യേണ്ടത്, അതിൻ്റെ കോറിയോഗ്രാഫി എന്താണ് എന്നൊക്കെ ഉള്ളത് കൃത്യമായ ഒരു ധാരണയില്ലാതെ ഒരു ഷോട്ട് അങ്ങനെ എടുക്കുക. ഒരു സീൻ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഏത് വിധത്തിൽ നമുക്ക് എടുക്കാം അതിന്. പിന്നെ അതിനൊരു പക്ഷേ അത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കതിനെപ്പറ്റി ഒരു കൺവിക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വാരി വലിച്ചു. ഇപ്പം പലരും ചെയ്യാറുള്ളത് പുതിയ കാലത്തിൽ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അവിടെയൊക്കെ അഭിനയിക്കാൻ പോകുന്നവർ നമ്മളായിട്ട് പിന്നീട് നിങ്ങളെ അവിടെ വർക്ക് ചെയ്യുന്ന പോലെയല്ല. അവിടെ ചെല്ലുമ്പം നമുക്കൊരു പിടുത്തവും കിട്ടുന്നില്ല അവരെന്താ ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ക്യാമറ വെച്ചിട്ട് പല ആംഗിളിൽ ഷൂട്ട് ചെയ്യും. ഒരേ ഷോട്ട് തന്നെ പല പ്രാവശ്യവും പല ആംഗിളിൽ എടുക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു എഡിറ്ററെ കൊടുക്കുകയാണ്. അപ്പം ഡയറക്ടർക്കൊരു നിശ്ചയമില്ല എങ്ങനെയാണ് ഈ സീൻ രൂപപ്പെടേണ്ടതെന്ന്. അയാൾക്ക് കൃത്യമായ ആ സീനിനെ പറ്റിയുള്ളൊരു ധാരണയില്ലാതെ എല്ലാ ആംഗിളിലും എടുത്തു വെക്കും. ഒന്നും മിസ്സാകരുത്. ക്ലോസ് എടുക്കും, ലോങ് എടുക്കും, വൈഡ് എടുക്കും, മിഡ് എടുക്കും, സജഷൻ എടുക്കും, ഇതെല്ലാം എടുക്കും. അഭിനയിക്കുന്നവരെ സംബന്ധിച്ചോളം ആവർത്തിച്ച് ഒരേ ഡയലോഗ് പറയുക, ഒരേ എക്സ്പ്രഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി തന്നെ അവരുടെ തന്നെ പെർഫോമൻസിൻ്റെ ഒരു ക്വാളിറ്റി താഴെ പോകും. എന്നിട്ട് ഇതെല്ലാം കൂടെ എഡിറ്ററുടെ കൊടുക്കുകയും എഡിറ്ററാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ഡയറക്ടറെക്കാൾ വലിയ ഒരു ആ ഫിലിമിൻ്റെ ഏറ്റവും വലിയ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് ഇൻവോൾവ്മെൻറ്റ് എഡിറ്ററുടെ ഭാഗത്തുനിന്നാണ്. അപ്പോൾ എഡിറ്റർ വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ അവർക്കൊക്കെ അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്കിതാണ് വേണ്ടതെന്നുള്ളൊരു തീരുമാനം അവർക്കുണ്ടാകുന്നില്ല. എല്ലാവർക്കും അല്ല, വളരെ ചുരുക്കം ആൾക്കാർക്ക് ആ ധാരണയുള്ളവരുണ്ട്. അവരൊക്കെ നല്ല സിനിമകൾ ചെയ്യുന്നുണ്ട്. മറ്റവർ കുറേ ക്യാമറയും കിട്ടി, പരിചയമുള്ള ഒരു അസോസിയേറ്റ് ഡയറക്ടറെയും കിട്ടി, പിന്നെ നല്ല ക്യാമറമാനും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരതങ്ങ് ചെയ്യും. പ്രത്യേകിച്ച് എഡിറ്ററും. ചിലരൊക്കെ ഷോട്ട് കഴിഞ്ഞ് ഭയങ്കര ഡിസ്കഷനൊക്കെ നടക്കും അവിടെ ലൊക്കേഷനിൽ സംഭവിക്കുന്ന ഇവരെ ഈ നമ്മുടെ കൂടെയൊക്കെ അഭിനയിച്ച ആൾക്കാർ പിന്നെ കഥ പറയും.
അവിടെ ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് ഭയങ്കര ആലോചനയാണ്, ഇത് അങ്ങനെ വേണോ ഇങ്ങനെ വേണോ, അവരൊക്കെ ആദ്യം ട്രോളി ഇട്ട് നോക്കും, എന്നിട്ട് അത് എടുത്തിട്ട് അത് വേണ്ട എന്നാൽ പിന്നെ ക്രെയിൻ ആക്കാൻ തുടങ്ങി. എന്തിനാണ് ക്രെയിൻ വെക്കുന്നത്, എന്തിനാണ് ട്രോളി വെക്കുന്നതെന്നും ഒരു പർപ്പസില്ല, അങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പം ഒരുപാട് ചർച്ചകൾ കഴിഞ്ഞിട്ടാണ് ഒരു ഷോട്ടിലേക്ക് എത്തുന്നത്. അത് അടിസ്ഥാനപരമായി ഈ ഒരു ഒരു ധാരണ കിട്ടാതെ പോയതുകൊണ്ടാണ്. അവർ എവിടെയെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാളും ബെറ്ററായിട്ട് അവർ ചെയ്യണേ, അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു മികച്ച സംവിധായകൻ്റെ കൂടെ അല്ലെങ്കിൽ മികച്ച ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ പോയി വർക്ക് ചെയ്തിരുന്നെങ്കിൽ അവർക്കത് ആ ധാരണ ഉണ്ടാകുമായിരുന്നു. പിന്നെ നമ്മൾ പഠിക്കുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. അല്ലാതെ എല്ലാവരും ചെയ്യുന്നു അതുകൊണ്ട് ഞാനും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ കുറേ സിനിമകൾ കണ്ടിട്ട്, കുറേ ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ട്, അതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്, സിനിമകൾ കാണുന്നത് നല്ലതാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം ആർജിച്ചെടുക്കുന്നൊരു ഒരു 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 സാങ്കേതിക പരിജ്ഞാനമല്ല വേണ്ടത്. കൃത്യമായിട്ടും ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യണം എന്തുകൊണ്ട് ഞാനിത് ചെയ്യുന്നു എന്നുള്ളത്. അത് ആ ബോധ്യമുള്ളവർക്ക് നല്ല സിനിമ ചെയ്യാൻ പറ്റും. സാറിൻ്റെ ലൊക്കേഷനിൽ വരുമ്പോൾ സാറ് പലപ്പോഴും കൂളാണ്. സാർ അവിടെ ഇരിക്കുന്നുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ചെറിയ വർത്തമാനങ്ങൾ പറയുന്നുണ്ടാവും, സൈലൻ്റായിട്ട് ഈ കാര്യങ്ങൾ പോകുന്ന പറയും. ഇതൊക്കെ നേരത്തെ സാറ് പിന്നെ ക്യാമറമാനൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ആ രീതിയിൽ സാറ് ഇതിനെ കണ്ട് അത് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുന്നത് കൊണ്ടാണോ? പിന്നെ ഞാൻ സാറിൻ്റെ കൂടെ അഭിനയിച്ച സമയത്താണെങ്കിൽ ആക്ടേഴ്സിന് സാറ് ഫ്രീ ആയിട്ട് വിടുക, പ്രത്യേകിച്ച് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊന്നും പറയാതെ ആ സിറ്റുവേഷൻ ഇതാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിടുകയാണ്. നമുക്ക് ഫീൽ ചെയ്ത് സാറെന്തൊന്നും പറയാത്തെ എന്നായിരുന്നു അന്ന്. മറ്റുള്ളവരെല്ലാവരും വന്ന് പറയുമല്ലോ, പക്ഷേ എനിക്ക് അത് ഭയങ്കര, കാരണം എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റി. ഈ രണ്ട് കാര്യങ്ങൾ, ഇപ്പം ക്യാമറമാനോടാണെങ്കിലും ആക്ടേഴ്സിനോടൊക്കെ സാറ് അവർക്ക് കൊടുക്കുന്ന ഒരു ഫ്രീഡവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ സാധാരണ ഒന്നും പ്രിപ്പയർഡായിട്ട് പോകാറില്ല. ഇല്ല. മുൻകൂട്ടി ആദ്യമായിട്ട് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ധാരണയുണ്ടല്ലോ, ചില സീനുകൾ, ചില ഷോട്ടുകൾ, ചില ഡയലോഗ്സ് ഒക്കെ നമ്മളുടെ മനസ്സിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ഒരു വേഗമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാകുന്നുണ്ട്. ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞ് ചില സീനുകളുണ്ടാവും, ചില ഡയലോഗ്സ് ഉണ്ടാവും. ആ സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ചില ഷോട്ടുകളുണ്ടാവും. ഇതിങ്ങനെ നമ്മുടെ അബോധ മനസ്സിലുണ്ടാവും. നമ്മൾ ഓൺ ദ സ്പോട്ട് ലൊക്കേഷനിലേക്ക് ചെല്ലുമ്പോൾ ആ ലൊക്കേഷനും കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ലൊക്കേഷനെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. അവിടെ വെച്ചാണ് എനിക്ക് ശരിക്കും സീൻ ഉണ്ടായി വരുന്നത്, ഷോട്ടുകൾ ഉണ്ടായി വരുന്നത്. അപ്പോൾ ആ ഒരു 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 സീനിൻ്റെ തുടക്കം, ഒരു പർട്ടിക്കുലർ മൊമെൻ്റ് അത് വായിച്ചപ്പോൾ, മുമ്പ് അത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ എന്നെ കൊളുത്തിച്ച ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്നായിരിക്കും ഞാനത് തുടങ്ങുന്നത്. അപ്പോൾ അത് ഒരു ഭയങ്കര പ്ലാനിങ് ആയിട്ട് ഏതെങ്കിലും സ്റ്റോറി ബോർഡ് ചെയ്തിട്ടോ ഒരുപാട് ഡിസ്കഷൻ നടത്തി എൻ്റെ മനസ്സിൽ മാത്രം നടക്കുന്നൊരു പ്രോസസ്സാണത്. അങ്ങനെ വരുമ്പോൾ ക്യാമറാമാൻമാരോട് പോലും ഞാൻ അപ്പോഴേ പറയാറുള്ളൂ. ഇതിനു മുമ്പ് അവർക്കും അറിയില്ല ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ അസിസ്റ്റൻസിനും അറിയത്തില്ല, ആക്ടേഴ്സിനും അറിയത്തില്ല. അപ്പോൾ അങ്ങോട്ട് ഉണ്ടായി വരികയാണ്. എനിക്കും അറിയത്തില്ല, ഞാനും അപ്പോഴാണ് ഉണ്ടായി വരിക. എൻ്റെ മനസ്സിൽ ഉള്ളത് പുറത്തേക്ക് പതുക്കെ പതുക്കെ വരത്തേ ഉള്ളൂ. ഒരു ഷോട്ട് എടുക്കുമ്പോൾ എനിക്ക് അടുത്ത ഷോട്ട് ഇങ്ങനെ ആണെന്നുള്ളത് അപ്പോഴേ അറിയാം. ആ ഷോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അടുത്ത ഷോട്ട് വരും. അങ്ങനെ പോകത്തുള്ളൂ. പണ്ട് തൊട്ട് അങ്ങനെ തന്നെയാണ്. പണ്ട് തൊട്ട് അങ്ങനെ, ഇപ്പോഴും അങ്ങനെ തന്നെ. സാർ ആക്ടേഴ്സിനെ അങ്ങ് അഭിനയിക്കാൻ വിട്ടിട്ട് അത് ചെയ്തതിന് ശേഷമാണ് ജനറലായിട്ടൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നില്ല. ആ സിറ്റുവേഷൻ അവർ വായിക്കുന്നുണ്ട്. അവരൊക്കെ മിക്കവാറും എന്താണ്, അവരെ ഗൈഡ് ചെയ്യേണ്ട ചില ഘട്ടങ്ങൾ വരുമ്പോൾ മാത്രമേ ഗൈഡ് ചെയ്യുള്ളൂ. അല്ലാതെ അവരെ എൻ്റെ ഒരു പരിധിക്കുള്ളിൽ നിർത്തിക്കൊണ്ട്, ഈ ചതുരക്കുള്ളിൽ നിർത്തിക്കൊണ്ട് ചെയ്യാറില്ല. കാരണം അത് ഒരിക്കലും അവരിൽ നല്ല റിസൾട്ട് ഉണ്ടാകത്തില്ല. നമ്മളെ അവരിൽ നിന്നെന്താണ് അവരെന്താണ് ഈ കഥാപാത്രത്തെ എങ്ങനെയാണ് ഉൾക്കൊണ്ടതെന്നുള്ളത് അവരാദ്യം ചെയ്യട്ടെ. അതിനകത്ത് തെറ്റാണെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്യും. എന്നിട്ട് അതിനകത്ത് അവർക്കും എനിക്കും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പൊസിഷനിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കാണ് അങ്ങനെ ഉണ്ടാകുമ്പോഴേ ഒരു ആക്ടറുടെ ഏറ്റവും നല്ല പെർഫോമൻസ് പുറത്തേക്ക് വരുള്ളൂ. നമ്മൾ ചരട് പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അയാളുടെ മുഴുവൻ പുറത്തേക്ക് വരുന്നില്ല. അയാളെ അയച്ചു വിട്ടാലും ചിലപ്പോൾ അയാൾ പരിധിക്കപ്പുറത്തേക്ക് പോകും. ഇത് രണ്ടും കൂടെ ചേർത്തുള്ള ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ. നമുക്ക് അവരെ നമുക്ക് ആവശ്യമുള്ളത് അവരിൽ നിന്ന് നമുക്ക് എടുക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. ഒരു അധ്യാപകനും പിന്നെ വിദ്യാർത്ഥിയും തമ്മിലുള്ളൊരു അത്ര ആംഗിളൊന്നുമില്ല. അവരെ നമ്മൾ കംഫർട്ടബിളായി എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുള്ള ആക്ടേഴ്സിനെ കംഫർട്ടബിളായിട്ട് നിർത്തുക എന്നുള്ളതാണ്. കാരണം അവർ മനസ്സുകൊണ്ടും കൂടിയാണ് ഇതിനകത്ത് ഇൻവോൾവായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ അവർ പേടിക്കാൻ പാടില്ല, അവരെ വഴക്ക് പറയാൻ പാടില്ല. അവരുടെ അവർ സ്വാതന്ത്ര്യത്തോടെ ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് ചെയ്യാൻ കഴിയണം. അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ചെയ്യുന്നത്.
അതെ, അല്ലെങ്കിൽ അവർക്കും അത് പൂർണ്ണമായി ഒരു ഉള്ളിൽ വരുന്ന ഫീലാണല്ലോ പുറത്തേക്ക്. അതെ പേടിച്ച് ചെയ്യുന്നവരുണ്ട്. ചിലപ്പോൾ എന്നെ ഇത് തെറ്റിപ്പോകുമെന്ന് അങ്ങനെയൊന്നും വേണ്ട. അവർ സ്വാതന്ത്ര്യത്തോടെ ചെയ്യണം. എന്നാലേ അവരുടെ ഉള്ളുകൾ പൂർണ്ണമായിട്ടും പുറത്തേക്ക് വരും എന്നുള്ളതാണ് എൻ്റെ അനുഭവം. ഇപ്പോൾ ലാൽ സാറിനെ സംബന്ധിച്ചിടത്തോളം സാർ ഏറ്റവും കൂടുതൽ മാർക്ക് 2 മാർക്ക് കൊടുത്ത് അയാളുടെ ആക്ടറെ അന്ന് വിലയിരുത്തി. പിന്നീട് എനിക്ക് തോന്നുന്നു സാറിൻ്റെ ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഒരു ആക്ടറായിട്ട് പിന്നീട് സാറിനോടൊപ്പമായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര. മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടർ എങ്ങനെയാണ് ഒരു ക്യാരക്ടറിനെ സാറിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ സാർ എങ്ങനെയാണ് അദ്ദേഹവുമായിട്ട് കാരണം ഓരോ ക്യാരക്ടറും ചെയ്തത് ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറാണ് ഓരോ സിനിമ കഴിയുമ്പോഴും അടുത്തതിലേക്ക് പോകുന്നത്. ആ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് എന്താണ് സാറിൻ്റെ ഭാഗത്തു നിന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുണ്ടാകുന്ന ഒരു കോൺവെർസേഷൻ എന്തായിരിക്കും? ഇല്ല, ലാലിനോടൊന്നും നമ്മളങ്ങനെ പ്രത്യേകമായിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം കഥ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ആ സീൻ വായിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ആ കഥാപാത്രത്തെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കയറി കാണാം. പിന്നെ നമ്മൾ ചില ചെറിയ ഹിൻസ് മാത്രം മതി. ചില കാര്യങ്ങൾ അദ്ദേഹം ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഈ ക്യാരക്ടറിനെ കുറിച്ചുണ്ടാക്കിയ ഒരു ധാരണയുടെ ആ ഭാഗത്തേക്ക് അദ്ദേഹം എത്താതെ പോയിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പം ദശരഥത്തിലെ കഥാപാത്രം ചെയ്യുമ്പോൾ അദ്ദേഹം അതിൻ്റെ ഒരു വൈകായിട്ടുള്ള കഥ ഒരിക്കൽ കേട്ടിട്ടുണ്ട്. 2 കഥകൾ ഒരുമിച്ച് പോയി അദ്ദേഹത്തിനടുത്ത് പറഞ്ഞു അതിൽ നിന്ന് ഏത് സെലക്ട് ചെയ്യണമെന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഹിസാനസ് അബ്ദുള്ളയുടെയും ദശരഥത്തിൻ്റെയും കഥ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ലൊക്കേഷനിൽ വെച്ച് കാഷ്വലായിട്ട് പറയുകയാണ്. 2 അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഏതാണ് എളുപ്പം ചെയ്യാൻ പറ്റുന്നത്, പെട്ടെന്ന് തുടങ്ങേണ്ട പ്രോജക്റ്റ് ആകുമ്പോൾ ലോഹിദാസ് പറഞ്ഞ് നമ്മൾ ദശരഥത്തിൻ്റെ കഥ ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ അന്ന് പറഞ്ഞ ആ ഒരു വേഗ ഐഡിയമായിട്ടാണ് അദ്ദേഹം ലൊക്കേഷനിലേക്ക് വരുന്നത്. പക്ഷേ അവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ ക്യാരക്ടർ തുടങ്ങുന്ന ആ ഫസ്റ്റ് ഡേ ആണ് നമ്മൾ എന്തെങ്കിലും പറയുന്നത് ഇങ്ങനെയൊക്കെയാണെന്നുള്ളൊരു ബേസിക് ഐഡിയ ഉള്ളൂ. അദ്ദേഹം സ്ക്രിപ്റ്റ് പോലും മുഴുവൻ വായിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു ജനറൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് ഈ കഥാപാത്രത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ്, അയാളെന്താണ്, അയാളുടെ പശ്ചാത്തലം എന്ന് അതൊക്കെ കൊടുക്കും. പിന്നെ നമുക്ക് അയാളിൽ നിന്ന് കിട്ടേണ്ട ചില മാനറിസങ്ങളുണ്ട്. അപ്പോൾ ഈ കഥാപാത്രത്തെ നമ്മൾ പറഞ്ഞാൽ ഇയാൾക്കൊരു ഒരു സ്ഥിരതയില്ലാത്തൊരു മനുഷ്യനാണ്. ഒന്നിനെക്കുറിച്ചൊരു ഫിക്സേഷൻ ഇല്ല. അയാളുടെ തീരുമാനങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, മുന്നിൽ ഉറച്ചു നിൽക്കത്തില്ല. അതാണ് അയാളുടെ മനസ്സിൻ്റെ വ്യാപാരം അങ്ങനെയാണ്. ഒന്നിലും ഉറപ്പില്ലാതെ എപ്പോഴെപ്പോഴും തീരുമാനങ്ങൾ മാറിക്കൊണ്ടിരിക്കും, പറയുന്നത് മാറിക്കൊണ്ടിരിക്കും, എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാറില്ല. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്, മദ്യപാനിയാണ്. ഇത് തന്നെ അയാളോട് അയാളുടെ ബോഡി ലാംഗ്വേജിലും കൊണ്ടുവരണമെന്ന് പറഞ്ഞു. നമ്മൾ ഇയാൾക്ക് ഒരു ഉറച്ചൊരിടത്ത് നിൽക്കത്തില്ല, കാലും ഒക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, കൈയും കാലും ഒക്കെ അനാവശ്യമായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഇയാൾക്ക് ഒരു സ്ഥലത്ത് എവിടെയാണ്, ഇപ്പോൾ ഒരു മുറിയിലേക്ക് കയറി വന്നാൽ അവിടെ 2 കസേര ഉണ്ടെങ്കിൽ ആദ്യം വിചാരിക്കും അവിടെ ഇരിക്കാമെന്ന്, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ ഇരിക്കാമെന്ന്. അങ്ങനെ അതുപോലും ഒരു ഉറപ്പില്ല, അങ്ങനെ പോകുന്ന ഒരാളായിരിക്കണം. അപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞു കൊടുത്തു. നമുക്ക് മുമ്പ് അറിയാവുന്ന, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തൊരു പടത്തിൻ്റെ പ്രൊഡ്യൂസറുണ്ട്. അദ്ദേഹം എങ്ങനെയാണ്, ഒരു മുറിയിലേക്ക് കയറി വന്നാൽ ഞാൻ അവിടെ ഇരിക്കാമല്ലേ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കാമല്ലേ എന്നാൽ പുള്ളി തന്നെത്താൻ പറഞ്ഞിട്ട് പുള്ളി എവിടെയെങ്കിലും ഇരിക്കും, കുറച്ച് കഴിയുമ്പോൾ മാറിയിരിക്കും. അങ്ങനെ മനുഷ്യൻ. അത് ഞങ്ങൾ തമാശയായിട്ട് പറയാറുള്ളത്. അപ്പോൾ ഞാൻ പറയും ഇന്ന പുള്ളിയെ ഓർത്തേച്ചാൽ മതി, അതാണ്. അപ്പോൾ അവിടെ കിട്ടിപ്പോയെന്ന് പറയും, അത്രയും മതി. പിന്നെ ആ പടത്തിൽ ത്രൂഔട്ട് പുള്ളി അതങ്ങ് മെയിൻറ്റെയിൻ ചെയ്യും. അത് സീരിയസ് സീനായാലും ഹ്യൂമർ ആണെങ്കിലും ഇമോഷണൽ സീനിലായാലും ഒക്കെ ഇത് സംഭവിക്കുന്നുണ്ട്. ആ ക്യാരക്ടർ ഉണ്ടാവും. ക്യാരക്ടർ അപ്പോൾ തന്നെ പുള്ളി കയറി. നമ്മളത്രയും കൊടുത്താൽ മതി, അവർക്കൊക്കെ അത്രയും കൊടുത്താൽ. കാരണം അവർ എന്താണ് ജന്മസിദ്ധമായ വാസനയുള്ളവരാണ്. അഭിനയം എന്ന് പറയുന്നത് അവരുടെ ഉള്ളിലുണ്ടല്ലോ. അപ്പം നമ്മൾ ഈ കഥാപാത്രത്തിലേക്ക് അവരെ ഒന്ന് കയറ്റി കൊടുത്താൽ മതി. ഈ കഥാപാത്രത്തിൻ്റെ ഒരു ഉടുപ്പെടുത്തവർക്ക് ഇടാൻ കൊടുത്താൽ മതി, പിന്നെ അവർ ചെയ്തോളും. സാറിനെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഷൂട്ടിംഗ് സമയത്ത് സാറിനെ ഇമോഷണലി ചിലപ്പോൾ കരയിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള സീൻസ് ഷൂട്ടിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ലാലിൻ്റെ കൂടെയൊക്കെ ചെയ്യുമ്പോൾ ഗംഭീരമായ എന്താണ് നമ്മളെ ഇങ്ങനെ അമ്പരപ്പിക്കുന്ന പെർഫോമൻസ് അല്ല, നമ്മളിങ്ങനെ നേരിട്ട് കാണുമല്ലേ. മമ്മൂട്ടിയുടെ കൂടെ ആണെങ്കിലും ഒക്കെ സംഭവിക്കുന്നുണ്ട്. ഇപ്പം തനിയാവർത്തനത്തിലെ ആ വീട്ടിൽ കയറി വന്നിട്ട് ഇയാൾ അടുത്ത വീട്ടിലെ ആണെന്ന് പറയുന്ന ഒരു സീനില്ല. അത് എടുക്കുമ്പോൾ എനിക്കറിയത്തില്ല മമ്മൂട്ടി ഇത്രയും മാത്രം ഇമോഷണൽ, ആ ഒരു ക്ലോസപ്പിൽ മമ്മൂട്ടി അത് അത്രമാത്രം ഇൻറ്റൻസ് ആയിട്ട് ചെയ്യുമെന്നുള്ളൂ. അയാളൊരു നമുക്ക് അത് കാണുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകും. കാരണം ഇയാൾ സ്വന്തം സഹോദരനും അമ്മയും ഒക്കെ ഇയാളെ നിഷേധിക്കുകയാണ്, ഇയാൾ ഇവിടുത്തെ അല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം. അതൊക്കെ എന്താണ്, ആ സീനൊക്കെ നമ്മൾ ഇമോഷണലി അപ്പം ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഭരതത്തിൽ ഈ ലാല് ജ്യേഷ്ഠൻ്റെ മരണം അറിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഈ അയാളുടെ വസ്ത്രങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നൊരു സീനുണ്ട്. അവിടെയും ഒരു ക്ലോസപ്പിനകത്തിരുന്ന് അഭിനയിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ വസ്ത്രം എടുക്കാൻ വേണ്ടിയിട്ട് പോലീസുകാരനകത്തോട്ട് പോയി തിരിച്ചു വരുന്നത് വരെയുള്ളൊരു മൊമെൻറ്റിൽ അയാളുടെ ക്ലോസിലാണ്. അപ്പോൾ അയാളോട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ,
ഇയാളൊരു പ്രാർത്ഥനയാൽ ഇരിക്കുകയാണ്, ഇത് പോയി കൊണ്ടുവരുന്നത് എൻ്റെ ജ്യേഷ്ഠൻ്റെതായിരിക്കരുതേ എന്നുള്ള പ്രാർത്ഥനയുണ്ട്. അപ്പം തന്നെ ഉണ്ട് ആയിരിക്കുമോ എന്നൊരു ഭയവുമുണ്ട്. അതിൻ്റെ ഇടയിലുള്ളൊരു സമ്മിശ്രമായൊരു കണ്ടീഷനിലാണ് അയാൾ നിൽക്കുന്നത്. അതാണ് ആ ക്ലോസപ്പിൽ ചെയ്യാനുള്ളൂ. ഒക്കെ അയാൾ നിസ്സഹായനാണ്, മുമ്പിലൊരു ക്യാമറ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇരിക്കുകയാണ്, മൂവ് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും സംഭവിക്കത്തില്ല. അത്തരം മൂവ്മെൻറ്റുകളൊക്കെ നമ്മളെ വല്ലാതെ, ആ ഒരു ആക്ടറുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഒരു ക്ലോസപ്പ് അഭിനയിക്കുക എന്നുള്ളതാണ്. എതിരെ ഒരു റിയാക്ഷൻ ആളില്ലല്ലോ. അപ്പോൾ അത്തരം ഒരുപാട് പറയാൻ ഒരുപാടുണ്ട് അങ്ങനെയുള്ള അവസ്ഥ. സാർ, ഇമോഷൻസ് ഷൂട്ട് ചെയ്യുമ്പോഴേ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു ഫ്രെയിം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇമോഷൻസ് കിട്ടത്തില്ലല്ലോ. പലപ്പോഴും എഡിറ്റിങ്ങിൽ ഇച്ചിരി നേരത്തെ ഒന്ന് കട്ട് ചെയ്ത് പോയി അങ്ങനെ വന്നു. ഇത്രത്തോളം സാറിന് ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന സാർ അത് ഉള്ളിൽ ഫീൽ ചെയ്ത് ചെയ്യുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഇത് എല്ലാ സിനിമയിലും സാറ് അതിട്ട് അമ്മാനമായിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ഇങ്ങനെ എല്ലാത്തിലും കണ്ടിന്യൂ ചെയ്തു പോകാൻ? ഇല്ല, അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ ബേസിക്കലി നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം കട്ടിങ് പോയിൻ്റ് എവിടെയാണെന്നുള്ളത്. നമ്മൾ തീരുമാനിച്ചിട്ട് തന്നെയാണല്ലോ. ഷോട്ട് എടുത്ത് ഞാൻ കട്ട് പറയുന്ന ആ സമയത്ത് തന്നെയാണ് അതിൻ്റെ കട്ടിങ് പോയിന്റ്. ആണല്ലോ. ഇപ്പം അടുത്ത കാലത്തൊരു പെൺകുട്ടി പിന്നെ ഇങ്ങനെ പറയണ്ടായി, ഒരു പ്രൊഡ്യൂസറുടെ മകളാണ്, സിയാദ് കോക്കറിൻ്റെ മകളാണ്. പുള്ളിക്കാരത്തെ ഇങ്ങനെ ഞങ്ങൾ ഡിസ്കഷൻ പറഞ്ഞു, പുതിയ കുറച്ച് ആൾക്കാർ ഇരിക്കുമ്പോഴത്തേക്ക് അവർ ആ ടീമിൻ്റെ അടുത്ത് പറഞ്ഞു, സിബിയങ്ങളുടെ എഡിറ്റ് ഷൂട്ട് കഴിയുമ്പോൾ തീരുമെന്ന്. പിന്നെ അത് വേറെ ഒന്നും ചെയ്യാനില്ല, ഷൂട്ട് ചെയ്യുമ്പോൾ എഡിറ്റും കഴിഞ്ഞിരിക്കും. കാരണം ആ കട്ടിങ് പോയിന്റ് എവിടെയാണെന്നുള്ളത് തീരുമാനിക്കുന്നുണ്ട്. ഷോട്ടുകളുടെ ഓർഡർ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു, അത് കൂട്ടി യോജിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു മെക്കാനിക്കൽ ജോബ് മാത്രമേ പിന്നെ അവശേഷിക്കുന്നുള്ളൂ. പക്ഷേ എൻ്റെ എഡിറ്റർ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു എഡിറ്ററാണ് ഭൂമിനാഥനായിരുന്നു, എൻ്റെ ആദ്യകാലം തൊട്ട് എൻ്റെ അടുത്ത കാലം വരെയുള്ള എഡിറ്റർ. എഡിറ്റർക്ക് വേണ്ട അടിസ്ഥാനമായ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് റിതം സെൻസാണ്, നല്ല താളബോധം വേണം. ഡയറക്ടർക്കും അത് തന്നെ വേണം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരു സിങ്കർണൈസ് ചെയ്തു. എന്നെക്കാളും നന്നായിട്ട് താളബോധമുള്ള ആളാണ് എൻ്റെ എഡിറ്റർ. ഒരു ഇമോഷനെ സസ്റ്റെയിൻ ചെയ്യേണ്ട ഒരു ടൈമുണ്ട്. അതെല്ലാം ഒരുപോലെയല്ല, അതൊരു ടൈം. ആ ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ മാത്രം. നമുക്കൊരാൾ ഇവിടെ കട്ട് ചെയ്യുന്ന ഒരാളടുത്ത് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ തീരുമാനിക്കുന്നൊരു ടൈമിംഗ് ഉണ്ട്. ഒരു ഇമോഷൻ, ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡയലോഗ് കാഴ്ചക്കാരന്, കേൾവിക്കാരന് സസ്റ്റെയിൻ മനസ്സിൽ ഉൾക്കൊള്ളാനൊരു ടൈമുണ്ട്. അത് ഇത്ര ഫ്രെയിം എന്നൊന്നുമില്ല, അതൊരു കാഴ്ചയിലുണ്ട്. ഞാനപ്പോൾ മൾട്ടിപ്പിൾ ടൈം എഡിറ്റ് ചെയ്ത് ചെറിയ സ്ക്രീനിൽ എഡിറ്റ് ചെയ്തിട്ട് ഓരോ പ്രാവശ്യവും വലിയ സ്ക്രീനിൽ കാണും. ഈ ചെറിയ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ ജഡ്ജ്മെൻറ്റ് പലപ്പോഴും തെറ്റും. വലിയ സ്ക്രീനിൽ ചെല്ലുമ്പോൾ വലിയ സ്ക്രീനിലാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ടൈമിങ് കിട്ടുന്നത്. അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് അത് കറക്റ്റ് അരിച്ചു മുറുക്കി ആണ് ചെയ്യുന്നത്. ഒരു 8-9 പ്രാവശ്യം ഞാൻ ഇത് എഡിറ്റിംഗ് കറക്ഷൻ ഉണ്ടാവും. കാരണം എൻ്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും മറിച്ചും ഒക്കെ ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ ടൈമിങ് എല്ലാം നോക്കിയിട്ട്. അപ്പോൾ അത്രയും എഫേർട്ട് എഡിറ്റിംഗ്, ഞാൻ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ഒരു ഏരിയ എഡിറ്റിംഗ് ആണ്. അത് ആ സെൻസ് നമുക്ക് എഡിറ്റർക്കും കൂടെ ഉണ്ടായാലേ അത് പറ്റുള്ളൂ. ഞാൻ ഒരിക്കലും ഒരു ലോഹിദാസിൻ്റെ ഒരു സിനിമയ്ക്ക് വേറൊരു എഡിറ്റർ ആണ് ചെയ്യുന്നത്, എൻ്റെ കൂടെയുള്ള എഡിറ്ററല്ല, അദ്ദേഹം വേറൊരു എഡിറ്ററെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എഡിറ്റിങ്ങിനൊന്നും നിൽക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവിടെ പോയി എഡിറ്റ് ചെയ്യാനിരുന്നു. ലോഹിദാസ് അവിടെ ഇല്ല. അപ്പം ഞാൻ ആ എഡിറ്റിംഗ് നോക്കുമ്പോഴത്തേക്കും ആ എഡിറ്റർ പുള്ളി പറഞ്ഞു, അന്ന് ഫിലിമിലാണല്ലോ എഡിറ്റ് ചെയ്യുന്നത്, പുള്ളി പറഞ്ഞു ഒരു ഷോട്ട് ഇങ്ങനെ കഴിഞ്ഞാൽ പുള്ളി ഒരു ക്ലോസപ്പ് കട്ട് ചെയ്ത്. ഞാൻ അവിടെ കട്ട് ചെയ്യില്ലേ, നമുക്ക് കുറച്ചുകൂടെ ഒരു സൈലൻറ്റ് ഷോട്ടാണ്. അപ്പം പുള്ളി അവിടെ മാർക്ക് ചെയ്ത്. അപ്പോൾ അന്നൊക്കെ മൂവിയിൽ വെച്ച പെൻസിലോട്ടൊക്കെ മാർക്ക് ചെയ്യണം, അത് വേറെ പ്രോസസ്സാണ്, ഒരു മെഷീനൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി അവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്താമല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, കുറച്ചുകൂടെ വേണ്ടേ, എന്നാൽ പിന്നെ ഒരടിയും കൂടെ വെക്കാന്ന്. അപ്പോൾ ഒരടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുള്ളി കയ്യിലൊക്കെ കളഞ്ഞിട്ട്, അല്ലാതെ കണ്ട് ഈ ഒരടി എന്ന് പറഞ്ഞാൽ 24 ഫ്രെയിമാണ്. അല്ല, 1.5 അടി 24 ഫ്രെയിമാണ്. അപ്പോൾ പുള്ളി പെട്ടെന്ന് ഇത് എടുത്തിട്ട് കൈയളവാണ്, അത് തയ്യക്കാർ ചെയ്യുമല്ലോ അല്ലേ. ചില തയ്യക്കാരൊക്കെ എക്സ്പേർട്സ് ആണെങ്കിൽ ഇത്ര മതി എന്നും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ചാണളവൊക്കെ എന്ന് പറയുന്നത് ഞാൻ അത്ഭുതപ്പെട്ടു. അപ്പോൾ പുള്ളി, ഞാൻ പറഞ്ഞ ഒരു ഇമോഷൻ അല്ലേ, അയാളുടെ റിയാക്ഷൻ അല്ലേ അത് ഓഡിയൻസിന് കിട്ടണ്ടേ. അല്ല, അത്ര മതി സാർ, അല്ലെങ്കിൽ ലാഗ് അടിക്കുന്നു. അതല്ല, അപ്പം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്.
അപ്പം ഞാനതല്ലല്ലോ ശീലിച്ചു വന്നത്. എൻ്റെ എഡിറ്റർ അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടും കൂടി ഇരുന്ന് അതിൻ്റെ കുറുക്കി എടുക്കുന്നതാണല്ലോ. നമുക്ക് ഫീൽ ചെയ്യുന്നവരെയാണ് നമുക്ക് ആ ഇമോഷൻ ലേക്ക് പകരണം. നമ്മളത് കണ്ട് നമ്മുടെ ഉള്ളിൽ നമ്മൾക്കത് അത് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു ടൈമാണിത്. ഏതാണ് അത് എല്ലാത്തിനും ഒരേ ലെങ്ത് ആണെന്നല്ല, പറയുന്ന മാറ്ററുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ നടക്കുന്ന ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും അതിൻ്റെ ഒരു എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യണം എന്നുള്ളത്. അത് കിട്ടുക എന്നുള്ളത് നമുക്കാരെയും പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സ്കൂളിൽ പോയി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാലും കിട്ടണമെന്നില്ല. അത് നമ്മളിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ. നമുക്ക് അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പോയി പഠിക്കാം. സാങ്കേതികതകൾ പറയാം കൃത്യമായിട്ട്. ക്യാമറ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്, എഡിറ്റർ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആ പണിയൊക്കെ അറിയാം. പക്ഷേ അതിൻ്റെ ഒരു ക്രിയേറ്റീവ് ഏരിയ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എസ്തെറ്റിക്കൽ ഏരിയ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അത് അവൻ്റെ ഉള്ളിലുണ്ടാകണം. അങ്ങനെയുള്ളവരെ ഏറ്റവും നല്ല ടെക്നീഷ്യന്മാരായിട്ട് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. എന്നെ ഹെൽപ്പ് ചെയ്തത് നവോദയയിലെ ഈ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ്. ആദ്യ സിനിമയ്ക്ക് തന്നെ ആ സിനിമയുടെ പൂർണ്ണമായ പ്രോസസ്സിലൂടെ കടന്നു പോകാൻ കഴിഞ്ഞു. എഡിറ്റിംഗ് തൊട്ട്. എഡിറ്റിങ്ങിൽ എഡിറ്ററുടെ കൂടെ ഞാൻ ഇരിക്കത്തൊന്നുമില്ല, അതിൻ്റെ ഡയറക്ടറായിരിക്കും ഇരിക്കുന്നത്. ഞാൻ പുറകെ പോയി നിൽക്കും. ഞാനവിടെ നിൽക്കേണ്ട കാര്യമില്ല. പക്ഷേ എനിക്ക് പഠിക്കാനുള്ളതുകൊണ്ട് ഞാനവിടെ നിൽക്കുക. എന്നെ അസിസ്റ്റൻ്റ് ഡയറക്ടറുടെ അവിടെ നിൽക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇവർ പോയി കഴിഞ്ഞിട്ട് രാത്രിയിൽ മെയിൻ എഡിറ്ററൊക്കെ പോയി കഴിഞ്ഞാൽ ഇയാളുടെ അസിസ്റ്റൻസ് ഈ വെട്ടിയ സാധനങ്ങളൊക്കെ കൂട്ടി ഒട്ടിക്കുന്ന പരിപാടി അവർക്കാണ്. അവർ രാത്രിയിൽ ഈ പണി ചെയ്യുമ്പോൾ ഞാൻ അവരുടെ കൂടെ പോയിരിക്കും. അതിന് രാത്രി മുഴുവൻ 2 മണി 3 മണി വരെ പോകും. അപ്പം അവർ ചെയ്യുന്ന പണിയുടെ കൂടെ ഞാനിത് ഇരുന്ന് അവരോട് ചോദിക്കാം. അവർക്കറിയാവുന്ന കാര്യങ്ങൾ അവരിൽ നിന്ന് എനിക്ക് കിട്ടും. അങ്ങനെ തൊട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ പഠിച്ചാണ്. അത് നമ്മളുടെ ആഗ്രഹം കൊണ്ട്, നമ്മൾക്ക് ഇതിനോടുള്ളൊരു ഇഷ്ടവും പാഷനും കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. അങ്ങനെ കിട്ടിയതാണ്. അത് നമ്മുടെ നിന്ന് ഒരിക്കലും പോകത്തില്ല. നമ്മൾ പ്രാക്ടിക്കലായിട്ട് പഠിച്ചൊരു കാര്യം നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ കിടക്കും. അത് നമ്മൾ പറയത്തില്ലേ, ബാല്യത്തിൽ പഠിക്കുന്നത് നമ്മളല്ലേ, ചിട്ട മുതൽ അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ടാണ്. അല്ലാതെ നമ്മൾ യാന്ത്രികമായിട്ടൊരു ക്ലാസ് റൂമിൽ പോയിരുന്ന് പഠിക്കുന്നത് നല്ലതാണ്, പഠിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പഠിക്കുന്നതിനെ പ്രയോഗിക്കാനുള്ള ഒരു കഴിവ് വേണം, ഒരു വാസന വേണം, ഒരു എസ്തെറ്റിക്കലായിട്ടുള്ളൊരു ഇത് അയാളുടെ ഉള്ളിലുണ്ടാവണം. ജന്മസിദ്ധമായൊരു വാസനയും കൂടെ ഉണ്ടാവണമല്ലോ. അല്ലെങ്കിൽ യാന്ത്രിക മനുഷ്യരായിട്ട് പോകത്തില്ല. അല്ലെങ്കിൽ റോബോട്ടിനെ പിടിപ്പിച്ചു വിട്ടാൽ മതി. നമുക്കതിനോട് ഇഷ്ടം തോന്നണല്ലോ. ഇഷ്ടമുണ്ട്. നമ്മളതിനോട് മനസ്സുകൊണ്ടും കൂടെ നമ്മൾ അതിനോട് കൂടെ സഞ്ചരിക്കണം. സാറിന് ചോദിച്ചതിൻ്റെ ഉത്തരം അത് തന്നെയാണ്. സാറിന് എന്തുകൊണ്ട് രാത്രിയിൽ അവിടെ പോയിരുന്ന് അതിൻ്റെ പുറകെ ഇരുന്നത് പഠിക്കണം എന്നും ചെയ്യണം എന്നും തോന്നി എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ